ഇന്ന് ഞാൻ താളി തേക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ താളി തേപ്പിൽ എന്തൊക്കെ സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ ഇല കളക്ട് ചെയ്യാം. നല്ല ഇളം ചെമ്പരത്തി ഇലയാണ് കേട്ടോ, അപ്പോൾ നല്ലതായിരിക്കും. ഇതിൻ്റെ പൂവ് അവൈലബിൾ ആണെങ്കിൽ പൂവും കൂടെ എടുക്കാം. പക്ഷേ നമുക്ക് ചെമ്പരത്തി പൂവില്ല, അതുകൊണ്ട് ഞാനത് എടുക്കുന്നില്ല. അതിന് ശേഷം നമ്മൾ പറിക്കുന്ന ഒരു സാധനം ഈ ഒരു ഇലയാണ് കേട്ടോ. ഈ ഇലയുടെ പേരാണ് അമരിയില. ഈ ഒരു സാധനം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും നമ്മുടെ തലയിൽ തേക്കാനായിട്ട്. നമുക്കപ്പം ഈ ഒരു ഇല കുറച്ച് പറിച്ചെടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കാനേ പറ്റുള്ളൂ. പറിക്കാമെന്ന് പറഞ്ഞാൽ ചെമ്പരത്തി ഇല പറിക്കുന്ന പോലെ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഊരിയെടുക്കാം. ഇതിങ്ങനെ ഊരിയെടുക്കുക, കുറച്ച് അധികമൊന്നും വേണ്ട. ഈ അമരി ഭയങ്കര നല്ലതാണ്, മുടിക്ക് കറുപ്പ് കിട്ടാനൊക്കെ ആയിട്ടാണ് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഊരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഈ ഒരു കയ്യുന്നം പറിക്കാം കേട്ടോ. കയ്യുന്നം എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ പൂവാണിത്. അധികമൊന്നും വേണ്ട, നമുക്കിങ്ങനെ മുറ്റത്ത് തന്നെ ഉണ്ടാകും. നമ്മൾ പറിച്ച് കളയാണ്ട് വെക്കുന്ന സാധനമാണിത്. നമ്മുടെ വീട്ടിലുള്ള അത്രയും പറിക്കും. ഓ, ഇതെവിടെയാണ് കിടക്കണേ? നിന്റെ കണ്ണിന് ഭയങ്കര കളറാണല്ലോ ഈ കള്ളി. കൂട്ടിക്കണ്ടല്ലേ? കൂട്ടിക്കണ്ട്, ഇങ്ങോട്ട് കൂക്ക്. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഒരു ചെമ്പരത്തിപ്പൂ നമുക്ക് ഇപ്പുറത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെമ്പരത്തിപ്പൂ നമുക്ക് പറിക്കാം. പിന്നെ ഈ ഒരു ഇലയും കൂടെ പറിച്ചാൽ നല്ലതാണ്. പിന്നെ നമ്മളെടുക്കുന്ന കുറച്ച് തുളസിയാണ്. തുളസിയൊന്നും അധികം എടുക്കത്തില്ല കേട്ടോ, കുറച്ച്. കുറച്ച് കറിവേപ്പിലയാണ്, ഇത്ര നമുക്ക് പറിക്കാം. നമ്മളെടുക്കുന്നത് ഈ ഒരു ആലോവേര. ഇത്ര എടുത്താൽ മതി. നമ്മളിത് വലിയൊരു ആലോവേരേൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അരയ്ക്കാനായിട്ട് കൊണ്ട് പോവുകയാണ്. മിക്സിയിൽ അരയ്ക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ മിക്സിയിൽ അരയ്ക്കത്തില്ല. കാരണം എനിക്കിപ്പോഴും കല്ലിൽ വെച്ചിട്ട് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുക. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ഈ ഒരു ബക്കറ്റിലോട്ട് നമ്മളിങ്ങനെ ഒഴിക്കുന്നു. അത്ര മതിയായിരിക്കും. ഇത് നമുക്ക് 3 പേർക്ക് വേണ്ടിയിട്ടാക്കുന്നത്. അതിനുശേഷം നമ്മളിതിങ്ങനെ എടുക്കുക. ഞാൻ അലക്ക് കല്ലിലിട്ടിട്ടാണ് അരയ്ക്കുന്നത്, കാരണം എനിക്ക് അതിനോടാണ് ഇഷ്ടം. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴേ മിക്സിയിലിട്ട് അടിക്കുമ്പോഴേ ഭയങ്കരമായിട്ട് അരഞ്ഞു പോകും. അപ്പോൾ എനിക്കെന്തോ ഇഷ്ടമില്ല. അടുത്ത സെറ്റ് എടുക്കുക. ഇതിങ്ങനെ ഇടയ്ക്കുക. ഇങ്ങനെ ആക്കുക, നമുക്ക് കുഴമ്പ് കിട്ടും. ഇതുണ്ടോ? സോറി, നിങ്ങൾ കാണുന്നുണ്ട്. ഈ സാധനമാണ് നമ്മൾ തല തേക്കേണ്ട സാധനം, മനസ്സിലായി? അപ്പോൾ നമ്മളിങ്ങനെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇച്ചിരി ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ സംഭവം കിട്ടുമ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇടുക. യെസ്, നമുക്കങ്ങനെ ഫൈനലി നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞതാ ഉണ്ടോ. ഇനി നമുക്കിത് പിഴിയണം നന്നായിട്ട്. ഈ ചണ്ടി, അതായത് ഇങ്ങനെയുള്ള സാധനത്തിന് പറയുന്നതാണ് ചണ്ടി. ഈ ഒരു സംഭവം നമുക്ക് കളയണം നന്നായി പിഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് താളി തേക്കുന്ന വീഡിയോ ആണ്. താളി മീൻസ് താളി. അപ്പോൾ നമ്മൾ അരച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ മുടി അങ്ങ് അഴിക്കുക. അഴിച്ചതിന് ശേഷം താളീൻ്റെ ഒരു ഇതുണ്ട്, എന്തൊക്കെ ഇട്ടെന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അരയ്ക്കാതെ ഈ ഒരു പരുവത്തിലെടുക്കണം കേട്ടോ. ഞാനങ്ങനെ എല്ലാം ഒന്നും അരിച്ച് കളയുന്നവർക്ക് ഇതേപോലെ ഒന്നും കിട്ടത്തില്ല. എനിക്ക് ഇച്ചിരിയൊക്കെ ഇലകളൊക്കെ ഉണ്ടാവും. എനിക്ക് ഇലകൾ ഇഷ്ടമാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ അരിക്കാണ്ട് ആക്കിയത്. താളി ഇങ്ങനെ കുറച്ചെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ തലയിൽ അങ്ങ് തേക്കുക. തലയിൽ തേക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല സുഖമായിരിക്കും, നല്ല തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ ഉറക്കം കുറവുള്ളവർക്ക്, മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നല്ല തണുപ്പ് കിട്ടും. നമ്മൾ തല ചൂടാകില്ല, നല്ല ഓൾറെഡി ചൂടായിട്ടുള്ള തലയായിരിക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല സുഖം കിട്ടും. നല്ലതായിട്ട് തലയ്ക്ക് നല്ലതാണ്. മേത്തൊക്കെ ആകും കേട്ടോ. അത് ആലോചിച്ചിട്ട് മേത്താവില്ല വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ പരിമിതമായ മേത്തൊക്കെ ആകുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ തേച്ച് അങ്ങ് പിടിപ്പിക്കുക. യെസ് ഗൈസ്, ഞാനങ്ങനെ താളിയൊക്കെ തേച്ച് സെറ്റാക്കി. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്നിരുന്നു, കാരണം ഇരുന്ന് തേച്ചിട്ട് എനിക്ക് അങ്ങ് സെറ്റാകുന്നില്ല. എന്നിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ കുറച്ച് നേരം ഇരിക്കുക, ഇപ്പോൾ പറഞ്ഞ പോലെ. അതിനുശേഷം നമുക്ക് തല കഴുകിക്കളയുന്നതാണ്. ഇടയ്ക്കിങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ താളിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഇതിൻ്റെ അകത്ത് നിങ്ങൾ താളി തേക്കുന്നവരാണെങ്കിൽ എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്യാത്ത പോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്ന്